അല്ല, ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആരോഗ്യ, എക്സൈസ്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ നടപ്പാക്കുന്നത്. അത് ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. എല്ലായിടത്തും പോലീസ് അതിസമർത്ഥമായി ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ തടയാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്. ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരാളുടെയും ശുപാർശകൾ ഈ കാര്യത്തിൽ കേൾക്കാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ ഡ്യൂട്ടിയിൽ ഒരു ശേഷം വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ അല്ലാത്തവരുടെയോ ശുപാർശകൾ കേൾക്കാൻ പാടില്ല. കാരണം ഇത് കേരളീയ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇന്നലെ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞത്, ആംബുലൻസ് രോഗിയില്ല, അതിങ്ങനെ ശബ്ദം മുഴക്കി പോവാണ്. പല ആംബുലൻസിലും ഇത് ഡ്രൈവർമാർ മയക്കുമരുന്ന് വിൽക്കാൻ അത് പ്രേരിപ്പിക്കുന്നതിനുള്ള പരാതി ഉയർന്നു വരും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്നവരുണ്ടല്ലോ, ആളുകൾ ഈ ജഗ്ഗി ഓൺലൈനിലൂടെ വിളിച്ചു പറഞ്ഞ ഫുഡ് കൊണ്ടുവരുന്നവർ, അവരെ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ സ്ഥാപനം, അവരെ പറ്റിയും പരാതി വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് മുന്നറിയിപ്പാണ്, ഈ പരിപാടി അവസാനിപ്പിക്കണം. സൊമാറ്റോ അതോടൊപ്പം തന്നെ സ്വിഗ്ഗി, ഈ വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അവരാണ് ഇതിനെ പലയിടത്തും ഇത് കൊണ്ട കൊടുക്കുന്നതെന്ന്. കാരണം അവരെ ആരും ചെക്ക് ചെയ്യാറില്ല, ഫുഡ് കൊണ്ടുപോകല്ലേ. അപ്പം അവരോട് ഞാൻ പറയുന്നത്, നിങ്ങളിത് അവസാനിപ്പിക്കണം. വെറുതെ ആവശ്യമില്ലാതെ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട നടപടി ഉണ്ടാകരുത്.